ആശുപത്രിയിൽ ഞാൻ നേരത്തെ അതിൻ്റെ എണ്ണം പറഞ്ഞല്ലോ, ആശുപത്രിയിലെ എണ്ണം പറഞ്ഞു. പിന്നെ ബോഡി പാർട്സാണ്. ബോഡി പാർട്സ് വെച്ച് നമ്മൾ ഇപ്പോൾ ഒരാളുടെ തന്നെ വിവിധ പാർട്സുകളാവാനും സാധ്യതയുണ്ട്. അത് വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ നേരത്തെ ഉച്ചഭക്ഷണം കഴിച്ചൊരു നമ്പർ വെച്ചുകൊണ്ടാണ് ഏകദേശം 40 അസ്യൂം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, 42 എന്നുള്ളത്. അതിൽ തന്നെ ചിലർ 6ഓളം പേര് പുറത്തേക്ക് പോയി എന്ന് പറയുന്നു. അപ്പം അത് അതിൻ്റെ കൃത്യമായൊരു കണക്കില്ല. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ജോലി അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകളുടെ ഒരു പ്രസൻസ് എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബുക്കോ മറ്റോ ഒന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉള്ള ബുക്ക് എന്തുകൊണ്ടോ പരിശോധിക്കാമെന്നാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ടോട്ടൽ എണ്ണം എത്രയെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനാവില്ല. എന്തായാലും ഒരു 5 പേര് വളരെ സീരിയസ് ആയിട്ട് അവിടെ ഉണ്ട്, അല്ലാതെ ഒരു 5 പേര് വേറെയുണ്ട്. അപ്പോൾ ബാക്കി പൊതുവായി പരിശോധിച്ച് പോകേണ്ടതാണ്. സാധ്യമാകുന്ന എല്ലാ പരിശോധനയും എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, നമ്മുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്, മെഡിക്കൽ ടീം എല്ലാ നിലയിലും വന്നിട്ടുണ്ട്, പാലക്കാട് നിന്നൊരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അതെ, രക്ഷാപ്രവർത്തനം അതിൻ്റെതായ നിലയിൽ പോകുന്നുണ്ട്. സാധ്യമാകുന്ന എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞപ്പോഴേ ഇതിൻ്റെ ഈ കണക്കുകൾ അറിയാവുന്ന ഒരാൾ സതീശനാണ്, ഈ ലൈസൻസി. അദ്ദേഹവും ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ അദ്ദേഹം പേഴ്സണലി ഇപ്പോൾ ഈ ബാക്കിയുള്ള എത്ര പേര് എവിടെ നിന്നൊക്കെ വന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ആളുകൾ പറയുന്നു എടപ്പാളിൽ നിന്നൊക്കെ 5 പേര് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് എൻക്വയറി വന്നു എന്ന്. സ്വാഭാവികമായിട്ടും അതൊരു ട്രേസ് ചെയ്യും. അല്ല, തീർച്ചയായിട്ടും അത് പൊതുവായി ഒന്ന് അതുകൂടി പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെന്തെങ്കിലും ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചുകൊണ്ടേ നമുക്കതിലൊരു ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റൂ. അപ്പോൾ ആ ഒരു പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞു വരുന്നത് ഇത് തമ്മിൽ ടാലി ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. അത് ടാലിയിങ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ ഡെത്ത് കേസ്, പിന്നെ അതുപോലെ തന്നെ ബോഡി പാർട്സ്, ഇത് വെച്ച് ടാലി ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അത് പൊതുവേ ഇതുകൂടി ഒന്ന് പരിശോധിച്ച് പോകണം. ഇവിടെ ഉണ്ടായി ആ സമയത്ത് പുറത്തുപോയവരുടെ എണ്ണം ചിലപ്പോൾ നമ്മൾ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതൊരു എല്ലാ സാധ്യതകളും നോക്കി പരിശോധിക്കണം. അപ്ഡേറ്റ് പ്രകാരം മരിച്ച ആളുകളെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ, അത്തരത്തിലുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്പർ നേരത്തെ പറഞ്ഞു. മരിച്ചവരുടെ നമ്പറും പറഞ്ഞു, പിന്നെ ബോഡി പാർട്സും പറഞ്ഞു, പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിലെ സീരിയസ് ആയി വളരെ ക്രിട്ടിക്കലായിട്ടുള്ളവരുടെ എണ്ണവും നേരത്തെ പറഞ്ഞല്ലോ, അതുണ്ട്. അപ്പോൾ അതിന് പുറമേ ഇപ്പോൾ നമ്മൾ ഈ പരിശോധനയിലൂടെയാണ് കണ്ടെത്തേണ്ടത്. അതിൻ്റെ എല്ലാ പുതിയ സംവിധാനങ്ങളൊക്കെ വെച്ചുള്ള പരിശോധന തുടരും. മറ്റൊരു കാര്യം കൂടി, പ്രത്യേകിച്ച് ഈ അപകടത്തിൽപ്പെട്ടവരൊക്കെ തീരെ അതിസാധാരണ മനുഷ്യന്മാരാണ്. അപ്പോൾ അവരുടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ, സംസ്കാര ചടങ്ങുകളൊക്കെ, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ശ്രദ്ധ. അല്ല, അത് നമ്മൾ ആലോചന നടത്തും. ഇപ്പോൾ മറ്റു മന്ത്രിമാരൊക്കെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാസവ മിനിസ്റ്റർ വന്നു, രാജ മിനിസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്, ബിന്ദു മിനിസ്റ്റർ ഉണ്ട്, രാജീവ് മിനിസ്റ്റർ നേരത്തെ വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ട്. മുഖ്യമന്ത്രി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ബാക്കി കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം അത് ചെയ്തു പോകുക എന്നുള്ളതാണ്. അത് പരിശോധിച്ച് പോകും. ഈ ഹോസ്പിറ്റലിലെത്തിയതിനു ശേഷം സിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? അല്ല, അതല്ല, പൊതുവേ ഞങ്ങൾ എല്ലാ മിനിസ്റ്റേഴ്സൊക്കെ ആയിട്ട് സംസാരം നടന്നിട്ടുണ്ട്. അല്ല, അത് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്പറുണ്ട്. അതിനൊരു കൺട്രോൾ റൂം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. കൺട്രോൾ റൂമിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം തന്നെ അതിൻ്റെ ലീഡർഷിപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം അതിനകത്ത് പൊതുവേ വരുന്നില്ല. ഞങ്ങളിപ്പോൾ മോർച്ചറിയിലും പോയിരുന്നു. അപ്പോൾ അവിടെയും ബോഡി ആ നിലയിൽ തന്നെ വെച്ചുകൊണ്ട് 3 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്തു. ബന്ധുക്കളും മറ്റും വന്ന് നോക്കുന്നത് അതൊക്കെ ആ നിലയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതെ, അതൊക്കെ വേഗത്തിൽ നടത്തും തന്നെയാണ്. അത് ആ നിലയിൽ തന്നെ നടത്താം. രാത്രിയിലുണ്ടാവുമോ? അല്ല, അത് ബാക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇനിയുണ്ടല്ലോ കാര്യം.